എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSC മെയിൻ എക്സാം സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KGT യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ഡിവിഷൻ. 40 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യം ചോദിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സെക്ഷനാണ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളത്. ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷന് 10 മാർക്കാണ് ചോദ്യം വരുന്നത്. ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ഈ 2 സെക്ഷനിൽ നിന്നും ടോട്ടൽ 50 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ 2 സെക്ഷനിൽ നിന്നും കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീരീസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം, അതുപോലെ തന്നെ എക്സാമിന് കൂടുതൽ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ ചെറിയൊരു പോർഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുക്കുക എന്നുള്ളതാണ്. ഇത് 17ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് റെഫറൻസ് ടാബാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവ്യൂ ടാബാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ റിവ്യൂ ടാബിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. റിവ്യൂ ടു ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, യൂസ് ദ thesaurus, ട്രാക്ക് ചേഞ്ചസ്, റിവ്യൂ അതർ പീപ്പിൾസ് ചേഞ്ചസ് ഓർ കമ്പയർ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ടാബ് കൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും ഉപകാരപ്പെടുന്നത് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് ചെക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ thesaurus എന്നുള്ള ഫീച്ചർ ഉപയോഗിക്കാം. ചേഞ്ചസ് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള പീപ്പിൾസിൻ്റെ, അതായത് മറ്റുള്ള ആൾക്കാർ വരുത്തുന്ന ചേഞ്ചസ് റിവ്യൂ ചെയ്യാം. പിന്നെ ഡോക്യുമെൻറ്റ്സിന് കമ്പയർ ചെയ്യാം. തുടങ്ങിയവയാണ് ഈ ഒരു റിവ്യൂ ടാബിലൂടെ നമുക്ക് മെയിനായിട്ടും കിട്ടുന്ന ഓപ്ഷൻസ്. റിവ്യൂ ടാബിൽ 6 ഗ്രൂപ്പ്സാണുള്ളത്. ഓരോ ഗ്രൂപ്പ്സും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് പ്രൂഫിംഗ്, സെക്കൻഡ് ഗ്രൂപ്പ് കമൻറ്റ്സ്, തേർഡ് ഗ്രൂപ്പ് ട്രാക്കിംഗ്, ഫോർത്ത് ഗ്രൂപ്പ് ചേഞ്ചസ്, ഫിഫ്ത്ത് ഗ്രൂപ്പ് കമ്പയർ, സിക്സ്ത് ഗ്രൂപ്പ് പ്രൊട്ടക്റ്റ് ആണ്. പ്രൂഫിംഗ്, കമൻറ്റ്സ്, ട്രാക്കിംഗ്, ചേഞ്ചസ്, കമ്പയർ, പ്രൊട്ടക്റ്റ്. റിവ്യൂ ടാബിലെ ഫസ്റ്റ് ഗ്രൂപ്പായ പ്രൂഫിംഗ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്. അപ്പം നമുക്കറിയാം, ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ നമ്മൾ കുറച്ച് വേർഡ്സ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെഡ് വേവി ലൈൻസ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ വേവി റെഡ് ലൈൻസ് സൂചിപ്പിക്കുന്നത് സ്പെല്ലിംഗ് എറർ ആണ്. വേവി ഗ്രീൻ ലൈൻസ് സൂചിപ്പിക്കുന്നത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആണ്. വേവി റെഡ് ലൈൻസ് സ്പെല്ലിംഗ് എറേഴ്സും വേവി ഗ്രീൻ ലൈൻസ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും ആണ് സൂചിപ്പിക്കുന്നത്. യു ക്യാൻ ചെക്ക് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഓഫ് ദ എൻറ്റയർ ഡോക്യുമെൻറ്റ് ബൈ ക്ലിക്കിംഗ് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ബട്ടൺ ഓൺ ദ റിവ്യൂ ടാബ്. അപ്പോൾ ഈ റിവ്യൂ ടാബിലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻറ്റയർ ഡോക്യുമെൻറ്റിൻ്റെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിച്ച് ഈസ് യൂസ് ടു കറക്റ്റ് ദ റോങ്ലി ടൈപ്ഡ് വേർഡ് ഇൻ എ ഡോക്യുമെൻറ്റ്. അതായത് ഒരു ഡോക്യുമെൻറ്റിലെ റോങ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു വേർഡിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പ്രൂഫിംഗ് ഗ്രൂപ്പിലെ അടുത്തൊരു ഫീച്ചറാണ് thesaurus ഫീച്ചർ. അപ്പോൾ ഈ thesaurus ഫീച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. thesaurus ഫീച്ചർ ഗീവ്സ് us പോസിബിൾ മീനിങ്സ്, സിനോണിംസ് ഫോർ സെലക്റ്റഡ് വേർഡ്സ് ഇൻ അവർ ഡോക്യുമെൻറ്റ്. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിലെ സെലക്റ്റഡ് വേർഡ്സിൻ്റെ പോസിബിൾ മീനിങ്സും സിനോണിംസും ആണ് ഈ thesaurus ഫീച്ചറിലൂടെ നമുക്ക് കിട്ടുന്നത്.
The thesaurus button lets you search for a word and present a list of suggestions you can choose from. അതായത് നമുക്ക് ഈ thesaurus ഫീച്ചറിലൂടെ ആ ഒരു ബട്ടണിലൂടെ നമുക്കൊരു വേർഡ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആ ഒരു വേർഡ് സെർച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ അധികം സജഷൻസ് ആ ഒരു ലിസ്റ്റിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ഈ thesaurus എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനോണിംസും അതുപോലെ തന്നെ പോസിബിൾ മീനിങ്സും ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്, സജഷൻസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. The thesaurus feature in word lets you find alternative for a word or phrase. അതായത് ഒരു വേർഡിനോ ഫ്രേസിനോ ആൾട്ടർനേറ്റീവ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ thesaurus ഫീച്ചർ ഉപയോഗിക്കുന്നത്. പ്രൂഫിംഗ് ഗ്രൂപ്പിലെ മെയിനായിട്ട് വരുന്ന രണ്ട് കമൻസ് ആണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കും thesaurusഉം. ഇനി അടുത്ത ഗ്രൂപ്പാണ് കമൻസ് ഗ്രൂപ്പ്. കമൻസ് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ആണ് ന്യൂ കമൻറ്റ്, ഡിലീറ്റ്, പ്രീവിയസ്, നെക്സ്റ്റ്. അതായത് പുതിയ കമൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഉള്ള കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കമൻസ് ഗ്രൂപ്പിൽ വരുന്നത്. അടുത്ത ഗ്രൂപ്പാണ് ട്രാക്കിംഗ് ഗ്രൂപ്പ്. ട്രാക്കിംഗ് ഗ്രൂപ്പിൽ ഉള്ള ഓപ്ഷൻസ് ആണ് ട്രാക്ക്, ചേഞ്ചസ്, ബലൂൺസ്, ഫൈനൽ, ഷോയിങ് മാർക്കപ്പ്, ഷോ മാർക്കപ്പ്, റിവ്യൂവിംഗ് പെയിൻ. ട്രാക്കിംഗ് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ട്രാക്ക്, ചേഞ്ചസ്, ബലൂൺസ്, ഫൈനൽ, ഷോയിങ് മാർക്കപ്പ്, ഷോ മാർക്കപ്പ്, റിവ്യൂവിംഗ് പെയിൻ. അടുത്ത ഗ്രൂപ്പാണ് ചേഞ്ചസ് ഗ്രൂപ്പ്. ചേഞ്ചസ് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ആണ് ആക്സെപ്റ്റ്, റിജക്റ്റ്, പ്രീവിയസ്, നെക്സ്റ്റ്. ചേഞ്ചസ് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ആക്സെപ്റ്റ്, റിജക്റ്റ്, പ്രീവിയസ്, നെക്സ്റ്റ്. അടുത്ത ഗ്രൂപ്പാണ് കമ്പയർ ഗ്രൂപ്പ്. കമ്പയർ ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ആണ് കമ്പയർ, ഷോ സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. കമ്പയറും ഷോ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആണ് ഈ കമ്പയർ ഗ്രൂപ്പിലുള്ള കമൻസ് ഓപ്ഷൻസ്. റിവ്യൂ ടാബിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് പ്രൊട്ടക്റ്റ്. അതായത് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റിനെ വേറൊരാൾ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊരു പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ റിവ്യൂ ടാബിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.